നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 4 വാക്യങ്ങൾ 16 മുതൽ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്ന് പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവൻ നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയുവാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞു മക്കളെ, ഒത്തിരിയേറെ പ്രത്യേകതകളോടുകൂടിയാണ് ഈ ഒരു ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 2025 ആദ്യത്തെ ഞായറാഴ്ച എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജനുവരി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എന്നുള്ള പ്രത്യേകത. വീണ്ടും മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആരാധനക്രമ മത്സരത്തിലെ ദനഹ കാലഘട്ടം 1-ാം ഞായറാഴ്ച എന്നുള്ള പ്രത്യേകത. ഇങ്ങനെ ഒത്തിരിയേറെ പ്രത്യേകതകളിലൂടെ ഈ ഒരു ഞായറാഴ്ച നമ്മുടെ ജീവിതത്തെ തേടി വരുമ്പോൾ നമ്മൾക്ക് ദൈവം നൽകുന്ന സന്ദേശം എന്താണ് എന്ന് വചനത്തിലൂടെ വിചിന്തനം ചെയ്ത് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ വചനങ്ങളിലൂടെ മുഴുവനും കടന്നു പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, പഴയ നിയമത്തിൽ മോശ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് പ്രചോദിതമാകുന്ന ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലേഖന ഭാഗത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ ആത്മാവിന്റെ ശക്തിയെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്ന വചനഭാഗമാണ് അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുക. ഇതാ ഇവിടെ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു ആത്മാവിന്റെ ശക്തിയാൽ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതും സാബത്ത് ദിവസം, ശനിയാഴ്ചയാണ്. ആ ദിവസം ദേവാലയത്തിൽ പതിവ് പോലെ കടന്നു വന്നു എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. നമ്മുടെ ഞായറാഴ്ച ആചരണവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗം തന്നെയാണ് അത് എന്ന് പറയുന്നത്. നമ്മൾ പതിവ് പോലെ ഞായറാഴ്ച ദേവാലയത്തിൽ കടന്നു വരുന്നത് പോലെ അവനും ഈ സാബത്ത് ദിവസം, ശനിയാഴ്ച, യഹൂദരെ സംബന്ധിച്ചോളം ശനിയാഴ്ച സാബത്ത് ദിവസം ദേവാലയത്തിൽ വരികയും വചനം വായിക്കുകയും വചനം വ്യാഖ്യാനിക്കുകയും വചനം മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്ന രീതി പതിവുമൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗം. യേശു തന്റെ രഹസ്യ ജീവിതം മുഴുവനും അവസാനിപ്പിച്ച് പരസ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സുവിശേഷ ഭാഗത്തെ നമ്മൾ ആകമാനം മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെയാണ് ആരാധനക്രമ മത്സരത്തിലെ ദനഹ കാലഘട്ടത്തിൽ ഈ ഒരു സുവിശേഷ ഭാഗം സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ദനഹ എന്ന വാക്കിനർത്ഥം തന്നെ പ്രത്യക്ഷപ്പെടുക, പ്രത്യക്ഷീകരിക്കുക, വെളിവാക്കുക എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത്.
ക്രിസ്തു തന്നെ ലോകത്തിന് വെളിവാക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ദനഹ കാലഘട്ടം, ദനഹ തിരുനാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദനഹ തിരുനാൾ എല്ലാ വർഷവും ആചരിക്കുന്നത് ജനുവരി മാസം 6-ാം തീയതിയാണ്. കൃത്യമായിട്ടുള്ള ഡേറ്റോടുകൂടിയാണ് ഈ തിരുനാൾ മാത്രം ആഘോഷമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ മലബാർ സൈഡിലൊക്കെ ആണെങ്കിൽ പെന്തക്കോസ്ത് തിരുനാൾ എന്നും പ്രകാശത്തിന്റെ തിരുനാൾ എന്നും അങ്ങനെ ഒത്തിരിയേറെ വിവിധ രീതിയിലും പേരിലും ഒക്കെ ഈ ഒരു തിരുനാൾ ആഘോഷിക്കുന്ന ഒരു പതിവാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തു തന്നെ വെളിവാക്കിയതുപോലെ ലോകത്തിന് പ്രകാശമായ മിശിഹായെ സകലർക്കും വെളിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പെന്തക്കോസ്ത് തിരുനാളൊക്കെ ആഘോഷിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ദനഹ തിരുനാളിലാണ് ഇപ്രകാരം നമ്മുടെ ആളുകൾ ഈ ഒരു ആഘോഷം നടത്തുന്ന ഒരു രീതി കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ പ്രത്യേകമായിട്ടുള്ള തിരുനാളുകളിലൊക്കെ ക്രിസ്തുവിനെ വെളിവാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന് പിന്നിലെല്ലാം ഉള്ളത്. ദനഹ കാലഘട്ടത്തിലും ഇതേ ആശയത്തോടു കൂടിയാണ് വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. നമ്മളും ആത്മാവിന്റെ പ്രചോദനത്താൽ ജീവിക്കേണ്ടവരാണ് എന്നുള്ള കാര്യം ഇന്നത്തെ സുവിശേഷത്തിൽ ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ആത്മാവ് കൊണ്ട് നിറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മളും ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടാകണം നമ്മുടെ ജീവിതവും മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു സുവിശേഷ ഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 2025 പുതിയ ഒരു വത്സരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ഒത്തിരിയേറെ നല്ല നല്ല തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊണ്ടിട്ടുണ്ടാവാം. ഒത്തിരിയേറെ ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്നുള്ള ചിന്തയോടുകൂടി ധാരാളം ആളുകളെ കൂടുതൽ കണ്ടെന്ന് വരാം. നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനം ഉറച്ചു നിന്നുകൊണ്ട് ഈ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച ധാരാളം ആളുകളെ നമുക്ക് ലോകമെമ്പാടും നമ്മുടെ ഇടവകയിലും ഇപ്പോൾ ഇരിക്കുന്ന ഈ സദസ്സിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ഒന്ന് പ്രചോദനമാകുവാൻ വേണ്ടി പറയുകയാണ്. ഒന്നാമതായിട്ട് ഏത് പ്രവർത്തനം നമ്മൾ ആരംഭിച്ചാലും വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ആരംഭിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കുമോ? രാത്രി കിടക്കാൻ നേരം നമുക്ക് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് കിടക്കുവാൻ നമുക്ക് സാധിക്കുമോ? വീണ്ടും നമ്മൾ വാഹനത്തിൽ കയറി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ വാഹനത്തെ മുദ്രിതമാക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ ഏത് പ്രവർത്തനം ആരംഭിച്ചാൽ പോലും അവിടെയെല്ലാം കുരിശിന്റെ ശക്തിയാൽ ആരംഭിക്കാൻ നമുക്ക് സാധിക്കുമോ? പാചകം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കുമോ? വേണമെങ്കിൽ ഈ ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞുകൊണ്ട് ഓരോ പ്രവർത്തനവും ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവർ പഠനത്തിനിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ പുസ്തകവും നോട്ട്ബുക്കും മുദ്രിതമാക്കുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു ആത്മീയ ചൈതന്യം പകർന്നു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2025 പുതിയ വർഷം ദൈവാനുഗ്രഹപ്രദമാകട്ടെ, ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞതാകട്ടെ. ഈശോ തന്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞതുപോലെ നമ്മളും ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം, സഭാത്മകമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നല്ലവനായ ദൈവം ഈ ദനഹ കാലഘട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ